രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയുടെ നടപടികൾ എങ്ങനെയാണ്? പാർട്ടി ഒരു നടപടി ഉണ്ടാകും, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമമായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. നിലവിലൊരു നടപടി എടുത്തിരിക്കുകയാണല്ലോ. നിലവിൽ വളരെ മാതൃകാപരമായ ഒരു നടപടി എടുത്തിട്ടുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാത്ത രീതിയിലുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ KPC ആലോചിച്ച് തീരുമാനിക്കും. ഇന്നലെ വൈകുന്നേരം അത്തരത്തിലുള്ള ആലോചനകൾ നേതൃത്വ തലത്തിൽ AICCയിലും അതുപോലെ തന്നെ KPC നേതൃത്വവും ഒക്കെ കൂടി ആലോചിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്ത് വേണം എന്നുള്ളത് കൂടി ആലോചിച്ച് തീരുമാനിക്കും. അല്ല, അത് പാർട്ടിയിൽ ആലോചിച്ച് പറയേണ്ട ഒരു കാര്യമാണല്ലോ. നമ്മൾ ഒരു രാജി ഇപ്പൊ കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കുള്ള രാജി കഴിഞ്ഞു. ഇനി ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ മറ്റൊരു കാര്യമുള്ളത്, കേരളത്തിലോ രാജ്യത്തോ സംഭവിക്കാത്തതാണ് ഒരു ജനപ്രതിനിധി ഇത്തരം ഒരു ആരോപണം ഉയരുമ്പോൾ. കൺവിക്റ്റഡ് ആയാൽ രാജിവെക്കും തീർച്ചയായിട്ടും. പക്ഷെ ആരോപണം ഉയരുമ്പോൾ രാജിയെപ്പറ്റി ചിന്തിക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മാത്രമാണ്. അത് ആലോചിച്ചതാണ്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റ് ലീഗൽ ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. 6 മാസത്തിൽ അധികം തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു ജനപ്രതിനിധിയെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതൊക്കെ ആലോചനയിൽ വരും. അതെന്താണെന്നുള്ളത് ഒരു ഫൈനൽ തീരുമാനമായിട്ടില്ല. പിന്നെ മറ്റ് നടപടികളാണോ വേണ്ടത്, ഇതൊക്കെ ഇന്ന് KPC പ്രസിഡന്റ് പത്രക്കാരെ എല്ലാവരും കാണുന്നുണ്ട്. കണ്ട വളരെ രാജകാരികളായ പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? പോലീസ് നടപടികളിലേക്കൊന്നും പോയിട്ടില്ല, അവർ പരാതി കൊടുത്തിട്ടില്ല പോലീസിലെ. അത് നിങ്ങളൊരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? പോലീസ് പരാതി കൊടുക്കണമെന്നാണോ, എന്താണ്? ഞാൻ അവരെ കുറിച്ച് എനിക്ക് സ്പെസിഫിക്കലി ഒന്നും പറയാനില്ല. പക്ഷേ പൊതുവെ കേരളത്തിൽ പരാതി അത്തരത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ പോകേണ്ടത് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ആദ്യമായി പോകേണ്ടത്. ആ നിയമത്തിന് മുൻപിലാണ് പറയേണ്ടത്. അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വാസമില്ലാത്തത്? ഈ കേരളത്തിലുള്ള നിലവിലുള്ള ആഭ്യന്തര വകുപ്പിനെ, നിയമത്തിനെ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും വിശ്വാസമില്ലാത്തത് എന്നുള്ള ഒരു തീർച്ചയായിട്ടും ഒരു സംശയമുണ്ടല്ലോ. അങ്ങനെ ആകാൻ പാടില്ല. യഥാർത്ഥത്തിൽ എല്ലാ പെൺകുട്ടികളും പരാതി വരുന്നത് ഇപ്പൊ ഇവര് മാത്രമല്ലല്ലോ, എത്രയോ പരാതികളുണ്ട്, എത്രയോ പേര് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കും. M. മുകേഷിനെതിരെ പരാതി കൊടുക്കാൻ അവർ ധൈര്യപ്പെട്ടു. ചാർജ് ഷീറ്റായല്ലോ. ശശീന്ദ്രനെതിരെ പരാതി വന്നു. സ്വപ്ന സുരേഷ്, കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും പരാതി പറഞ്ഞു. അവരൊക്കെ വീണ്ടും വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുക. ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിന്റെ ചെയർമാനാണ്. PK ശശി KTDCയുടെ ചെയർമാനാണ്. P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആരെയാണ്? MLAയുടെ, CPMന്റെ MLAയുടെ മകളുടെ പരാതിയാണ് ഉണ്ടായിരുന്നത്. അതുപോലും പാർട്ടിക്കുള്ളിൽ തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വനിതാ നേതാക്കൾ, ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ തീവ്രത അളന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പരാതി ഉണ്ടെങ്കിൽ പരാതി പറയണം. അങ്ങനെ ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. രാഹുലിനെതിരെ അല്ലെങ്കിൽ രാഹുലിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ ഒരു MLAയുടെ അവസ്ഥ സൈബർ ഇടങ്ങളിൽ നമ്മൾ കാണുകയാണ്. അവരെ സമാനതകളില്ലാത്ത രീതിയിലാണ് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് കാലങ്ങളായിട്ട്. ഇന്നും ഇന്നലെയൊന്നുമല്ല. അത് മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിന് അതിൻ്റെതായ രീതിയുണ്ടല്ലോ. സൈബർ അറ്റാക്ക് വന്നാൽ പരാതി കൊടുക്കണം. സൈബർ സെല്ലിൽ പരാതി കൊടുത്തതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ പരാതി കൊടുക്കാൻ മാത്രമേ നിലവിൽ അതെങ്ങനെയാ നിങ്ങൾക്ക് ഉറപ്പ്? ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഒരു ഏത് വനിതയായാലും സൈബർ അറ്റാക്ക് ചെയ്താൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരായാലും അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. രാഹുൽ രാജിവെക്കേണ്ട, സസ്പെൻഷനാണ് പാർട്ടിയിൽ നിന്ന് വരുന്നത്. ഇപ്പൊ രാജിവെക്കേണ്ട എന്നുള്ള തീരുമാനം പാർട്ടിയുടെ ആണോ അതോ 2 നേതാക്കളോ 3 നേതാക്കളോ? അല്ല, അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെയുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അല്ല, അത് വിവരമല്ലേ. അത് KPC പ്രസിഡന്റ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയും. എന്താണ് ചെയ്യുന്നതെന്നുള്ളത് വരുന്ന ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം പറയും. അല്ല, ഓരോരുത്തർ പറയുന്നതിന് മറുപടി ഞാൻ പറയില്ല. എനിക്ക് KPCയുടെ ഒരു സ്പോക്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുള്ളൂ. പരാതി അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ കൂടുതൽ സംസാരിക്കേണ്ടി വരും. പരാതി എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിലുള്ള പരാതി ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞ പരാതിയാണ് നിലവിലുള്ളത്. സത്യമാണല്ലോ. മറ്റു പരാതികൾ ഇപ്പോഴും വന്നിട്ടില്ല. മറ്റു പരാതികൾ വരുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വ്യക്തിയെ വിടൂ.
എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഇവിടെ പ്രാധാന്യം. അല്ല അതാ പറഞ്ഞേ, സ്ത്രീ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഞാൻ KPCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. എനിക്ക് KPCCയുടെ പാർട്ടിയുടെ നിലപാടിൽ മാത്രമാണ് നിൽക്കാൻ കഴിയുക. ആ നിലപാട് പാർട്ടിയുടെ നേതൃത്വം പറയും. ആ നിലപാടിനൊപ്പമായിരിക്കും വ്യക്തി എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും ഞാൻ നിൽക്കുക. പ്രശ്നം ഗർഭയത്തിനടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് ഈ ഫോണിലൂടെ. അത് ക്രിമിനൽ കുറ്റമല്ലേ? ഇതിന് നടപടി വേണ്ടതല്ലേ? സ്വാഭാവികമായും ചേച്ചി ഒരു വനിതാ നേതാവ് കൂടിയാണല്ലോ. നാട്ടിലൊരു നിയമമുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലൊരു നിയമമുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ഇത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ. നിലവിൽ ചാർജ് ഷീറ്റുള്ള MLAയും മന്ത്രിമാരും മുമ്പോട്ട് പോവുകയാണല്ലോ, അവരോടും കൂടി ഈ ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പൊ നിലവില് നിങ്ങൾക്ക് സംശയമുണ്ടോ കോൺഗ്രസ് മാതൃകാപരമായി അല്ല മുമ്പോട്ട് പോകുന്നതെന്ന്? ഞാൻ ചോദിക്കുന്നത് BJP നേതാക്കന്മാരോടും CPMന്റെ നേതാക്കന്മാരോടും നിങ്ങൾ ചോദിക്കേണ്ടത്, ഈ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ അവർ തയ്യാറാകുമോ? അതിനുള്ള ധൈര്യം CPMനോ BJPക്കോ ഉണ്ടോ? ഒരാളെ വന്നിരുന്ന മാധ്യമങ്ങളോട് പറയുന്നു ഞാൻ രാജിവെക്കുകയാണ്, അല്ലാതെ എന്നോട് ആരും പറഞ്ഞിട്ടില്ലാന്ന് ഇയാള് എങ്ങനെയാണ് മാതൃകാപരം ഉണ്ടാവുന്നത്? കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസുകാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്യിപ്പിച്ചു 24 മണിക്കൂറിനുള്ളിൽ നടപടിയാണ് അല്ലെ? ചെയ്യിപ്പിച്ചു എന്നല്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല അതെന്താ അങ്ങനെ പറയുന്നത്? എന്ത് പറഞ്ഞു? പിന്നെ അല്ല, രാജിവെക്കുക എന്ന് പറഞ്ഞാൽ രാജിവെക്കുന്നത് ഒരാൾ എഴുതി കൊടുക്കുന്ന കാര്യമാണല്ലോ. അതെന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അതിന്റെ പിന്നിൽ ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദം ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ കൂടിയാലോചന ഉണ്ടാകുമല്ലോ. കൂടിയാലോചനയില്ലാതെ ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു പോസ്റ്റിൽ നിന്ന് രാജിവെക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നും കഴിയൊന്നുമില്ല. കൂടിയാലോചനയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കൂടിയാലോചിക്കാതെ ഒരു വ്യക്തിക്കും പാർട്ടിക്കുള്ളിലെ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കൂടിയാലോചന അല്ല, അങ്ങനെ ഇപ്പൊ തിരിച്ചും മറിച്ചും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാള് രാജിവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേതൃത്വവുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ നേരെ പോയി പറ്റില്ല. ഇത് വ്യക്തിപരമായ കാര്യമല്ല. ഇതിന്റെ അകത്ത് പാർട്ടിയാണ് പ്രധാനം, പാർട്ടിയുടെ തീരുമാനമാണ് പ്രധാനം. പാർട്ടി വളരെ കൃത്യമായിട്ട് അതിന്റെ അകത്ത് ആലോചിക്കുന്നുണ്ട്. ഗൗരവമായ ആലോചനയാണ് ഞാൻ പറയുന്നത്. ഇത് മറ്റ് രീതിയിലുള്ള പരാതികൾ വരാതിരുന്നിട്ടും മറ്റ് നിയമപരമായ പരാതികൾ ഇല്ലാതിരുന്നിട്ട് കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിന്റെ അകത്തൊരു ഡിസിഷൻ എടുത്തതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പോകുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നു. ഡിസിഷനാണ് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ പ്രതികരണങ്ങൾ ഇപ്പൊ ഞാനും പ്രതികരിക്കുകയാണല്ലോ. പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങൾ, പാർട്ടിയുടെ നിലപാടുകളിനപ്പുറം ഒന്നും പറയുന്നില്ല. ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം MLA സ്ഥാനമല്ലേ രാജിവെക്കേണ്ടത്? ജനങ്ങളോടല്ലേ കൂടുതൽ ബാധ്യതയുള്ളത്? പാർട്ടി സ്ഥാനത്തിനും അപ്പുറം ഒരു ധാർമ്മികമായ അത് ഇനി ഞാൻ ഓൾറെഡി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളിലേക്കാണല്ലോ ആലോചന പോയിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു 6 മാസത്തിനപ്പുറം ഇവിടെ പൊളിറ്റിക്കലി ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്വന്തം ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ട് കൂടി BJPയുടെയും CPMന്റെയും ഭാഗത്ത് നിരവധി തെറ്റുകൾ ഉണ്ടായിട്ട് കൂടി അത് കാണാതെ കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടുന്ന അവരുടെ രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശത്തിന് കൂട്ടുനിൽക്കേണ്ട ഗതികേട് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തിനാ ഭയക്കുന്നത്? അങ്ങനെ ഭയമുണ്ടായിട്ടല്ല. ഇവിടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കൂടി ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പാർട്ടി പറഞ്ഞത്. പാർട്ടി നേതൃത്വം പറഞ്ഞത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ജനങ്ങളിലേക്ക് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും ഉണ്ടല്ലോ അതിന്റെ അകത്ത്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ച ശേഷം മാത്രമേ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ പറ്റൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് KPC പ്രസിഡന്റ് കാണുമ്പോൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം കൃത്യമായി പറയാൻ എനിക്ക് നിവൃത്തിയില്ല.